Guilherme. É, vou cuidar com Aí, calma, que tu? porque daqui a pouco você essa função. ഇപ്പോൾ 12 മണിയായി. അതുകൊണ്ട് എനിക്കിങ്ങനെ ഓർമ്മ വന്നു. ഇന്നലെ ഞാൻ വ്ളോഗ് എടുത്തില്ല, കാരണം ഇന്നലെ ഏകദേശം 10-14 പേരെങ്ങാനും ഉണ്ടായിരുന്നു ഇവിടെ ഗസ്റ്റ്. അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഗസ്റ്റ് ഇന്നലെ ശിവരാത്രിൻ്റെ വീക്കെൻഡ്സ് ആയതുകൊണ്ട് എല്ലാവരും ഫുള്ളായിരുന്നു, റൂംസ് എല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ 9 പേര് 10 പേര് ബാംഗ്ലൂർ ടീം ഉണ്ടായിരുന്നു, പിന്നെ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ കപ്പിൾസൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. നല്ല പാട്ടൊക്കെ തണുത്തിട്ട് എല്ലാവരും തന്തൂർ റൂമിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരിക്കുന്നു. ഞാനൊരു കാര്യം കാണിച്ചത് അതിനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതാണ് അവിടെ മരം വെട്ടാൻ വേണ്ടി പോവാണ്. ഇവിടെ മെയിൻ പരിപാടി തന്നെ മരം ഇങ്ങനെ വെട്ടുക, മരം വെട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ വുഡ് ഇവിടെ ഗോൾഡാണ്, അതിനു വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും. അപ്പോൾ എന്നെ നോക്കുന്നുണ്ട് ഇവിടെ. ഞാൻ പോലെ ഇത് മരം വെട്ടാൻ പോകുന്ന വീഡിയോ എടുക്കാമെന്ന പോലെ വിചാരം. ഇപ്പോൾ ഇന്നത്തെ ഇതാണ് അവർ. ഞാൻ അതിൻ്റെ വേറെ തന്നെ വ്ളോഗ് തന്നെ ചെയ്തുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വാഷിംഗ് ആണ്. ഇന്നത്തെ കുറേ ആയിട്ട് വെള്ളം ഇത് കറക്റ്റ് പ്യുവർ വാട്ടറാണ് കേട്ടോ. നമ്മൾ മലയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ, അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മളുടെ ഇത് വാഷിങ് ഒരുപാട് പ്ലേറ്റ്സ് ഉണ്ട്, എല്ലാം വാഷ് ചെയ്യണം. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെപ്പോൾ വാഷ് ചെയ്യുമ്പോഴും നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് വെള്ളത്തിൽ തണുത്ത വെള്ളത്തിലിട്ട് വാഷ് ചെയ്യില്ല. പക്ഷെ ഇവിടെ പറഞ്ഞാൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് എപ്പോഴും ഇത് ആ ഓയിലായാലും കറായാലും എപ്പോഴും അതിന്മേ പ്ലേറ്റ്മേ നല്ല കഞ്ഞി നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഹോട്ട് വാട്ടറിലിടണം. എനിക്ക് കല്ലിൽ പോയി പറഞ്ഞു, ആദ്യം നമ്മൾ ഹോട്ട് വാട്ടറിലിട്ടിട്ട് ഹോട്ട് വാട്ടറിന് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ അത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് പിന്നെ അത് രണ്ടാമത് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് സോപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്ലേറ്റ് ക്ലീൻ ആവില്ല. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അത് എനിക്ക് ആദ്യം തന്നെ വന്ന് അന്ന് തന്നെ പറഞ്ഞ മൂപ്പരാണ്. ഇവിടെ ലോഡ് പ്ലേറ്റ് ഉണ്ട്, മൊത്തം ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ എല്ലാം ചെക്കൗട്ട് ചെയ്ത് പോകില്ല, അപ്പോൾ ക്ലീൻ ആകണം. അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പരിപാടിയായിട്ട് പോകുന്നത്. ഇതാണ് ഇപ്പോൾ ഞാൻ സൺസെറ്റ് കാണാനുള്ളൊരു മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡെയിലി സൺറൈസും സൺസെറ്റും കണ്ടാൽ തന്നെ ആ ഡേ അടിപൊളിയാവും, പോസിറ്റീവാവും മൊത്തം. ഡെയിലി ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് ഒരു മാക്സിമം കാണാൻ പറ്റുന്ന അത്ര സൺറൈസും സൺസെറ്റും അതേപോലെ നൈറ്റ് ഇങ്ങനെ ഗാലക്സി നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക, സ്റ്റാർസ് എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു വിസ്ഡം മൂഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ തന്നെ ഒരു മൂഡാണ്. ഞാൻ ഇപ്പം കറക്റ്റ് നിൽക്കുന്നത് ഒരു ആപ്പിൾ തോട്ടത്തിലാണ്. കണ്ടാലും മനസ്സിലാവും. ഇന്നലെ ഞാൻ അതേപോലെ ഒരു വാക്കടിച്ചപ്പോൾ അതൊരു വല്ലാത്ത വാക്കിരുന്നു. 4 മണിക്കൂർ 3-4 മണിക്കൂർ നൈസായിട്ട് വാക്കടിച്ച്. അത് ഞാനൊറ്റയ്ക്ക് ഇങ്ങനെ നേച്ചറിൻ്റെ ഉള്ളിൽ കറക്റ്റ് നമുക്കിങ്ങനെ വിൻഡടിക്കുന്ന സൗണ്ടും അതെല്ലാം ഇങ്ങനെ കേൾക്കാം. നമ്മളെ ട്രാക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ അവിടെ നല്ല ശാന്തിയായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്നു. വേറെ തന്നെ മൂടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കെന്താ എല്ലാത്തിനോടൊരു താല്പര്യം ഇങ്ങനെ പോയി തുടങ്ങി. പക്ഷേ ഞാൻ കാണുന്നതെല്ലാം കാണിക്കുക, ആ ഉദ്ദേശത്തിൽ ഇങ്ങനെ എടുക്കാമെന്ന് ഓരോ വ്ളോഗും. എന്തായാലും ഞാൻ ഇത് കാണിച്ചത് ഇതാണ് ആപ്പിളിൻ്റെ മരം. ഇവർ എല്ലാം സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും ഇവർ എല്ലാം ഇന്നലെ മിന്നാന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പം ഇന്നലെ പ്ലഫ് ചെയ്താണ്. പ്ലഫിങ്ങിൽ ഓരെന്തോ രാജ്യമേ അതേപോലെ വേറെ എന്തോ കോണും എല്ലാം ഇനി വെക്കും, അങ്ങനെ എന്നോട് പറഞ്ഞത്. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാം എടുത്തിരുന്നു. എനിക്ക് നല്ല എന്തോ ആ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര പുതിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഒന്നുമില്ലെങ്കിലും വീട്ടിലെത്തി അമ്മക്കെങ്കിലും കാണിച്ചെടുക്കല്ലേ വിചാരിച്ച്. പിന്നെ ഇതാണ് ഇവിടുത്തെ ട്രയൽസ്. വില്ലേജിൻ്റെ അകത്ത് ഇങ്ങനെ കയറുമ്പോൾ നല്ലൊരു വൈബാണ് ഇവിടുത്തെ ഇങ്ങനെ വാക്കടിക്കാനൊക്കെ. അധികം സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ. ഇപ്പോഴും പണ്ട് ഇത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതാ പുതിയ ബിൽഡിങ്സൊക്കെ വരുന്ന കാണാമെന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വീടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ഒരു വീട് അടിപൊളിയായി. അങ്ങനത്തെ വുഡ് ഹൗസുകളാണ് മൊത്തം ഇവിടെ ഏകദേശം. പിന്നെ
മൊത്തം മൗണ്ടൻസ് അല്ല. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ വീഡിയോ എടുത്തെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ സൺസെറ്റും എല്ലാം പാടെ ഇപ്പോൾ ഒരു എടുക്കണം തോന്നിയപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ ഇത് ഇങ്ങനെ ഒരു ബാരി ഇങ്ങനെ ഒരിക്കൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ പാസ് ചെയ്താൽ ഒരിക്കൽ പോട്ടർമാർക്കും കാര്യങ്ങൾക്കൊക്കെ സാധനങ്ങൾ ലഗേജും കാര്യങ്ങൾ ബാക്കിൽ ഇങ്ങനെ ഒരു സഞ്ചി നോക്കിയിട്ട് എല്ലാ ലോഡും അതിലിറക്കിയിട്ട് ഇങ്ങനെ നടക്കും. കുട്ടികളെല്ലാം നടക്കുന്ന കാണാൻ പറ്റും. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഒരു 6-7 വയസ്സുള്ള കുട്ടികളടക്കം ചെറുതാണെങ്കിൽ ചെറുത് എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് പുല്ലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കും. അത് കാണുമ്പോൾ ഒരു ഇതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഇവർ എന്താ പറയാൻ വലിയ ആൾക്കാരുടെ അടുത്തു നിന്നാണ് കണ്ടുപഠിക്കുന്നതല്ല. അപ്പം ആ ഒരു ചട്ടം വലിയ ടൈം ആകുമ്പോൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് തോട്ടത്തിലിറങ്ങുക, പ്ലഫ് ചെയ്യുക, എല്ലാവരും കൂടിയും തമ്മിൽ സഹായിക്കുക. ചിലപ്പോൾ മല കയറിയിട്ട് മരം എടുക്കാൻ പോയിട്ടുണ്ടാവും. ഫാമിലിയായിട്ട് വർക്ക് ചെയ്യുക, ഓൽക്ക് സർവൈവ് ചെയ്യുക. ആ ഒരു എന്തോ ഒരു ഡിഫറെൻറ്റ് ഫീൽ പോലെ തോന്നിക്ക്. ഞാൻ നമ്മുടെ നാട്ടിൽ വേറെ തന്നെയാണ്, അത് വേറെ ഫീലാണ്. പക്ഷേ അത് കണ്ടപ്പോൾ നല്ല ശരിക്കും ഒന്ന് ടച്ചായിപ്പോയി. ഇതാണ് നമ്മളെ മാർക്കറ്റിലോട്ടുള്ള വഴി. ഞാൻ ഫസ്റ്റ് വ്ളോഗിലൊക്കെ കാണിച്ചു തന്നില്ല മാർക്കറ്റിലോട്ട്. അതിലോട്ട് വേറെ ഒരു വില്ലേജിൻ്റെ അകത്ത് കൂടെയുള്ള വഴിയാണ്. ഇത് സംഭവം നൈസാണ്. പഴയൊരു ടച്ചൊക്കെ ആയിട്ട് പഴയ വുഡ് ഹൗസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വില്ലേജ് ഫീലിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പുതിയ ബിൽഡിങ് കേട്ടിട്ടുണ്ട്, വലിയൊരു ബിൽഡിങ്. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഈ മെഷീനറീസ് അല്ല ഇത്രയും ഹൈറ്റിൽ കൊണ്ടുവന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്രയും വലിയ മെഷീനൊക്കെ ഞാൻ അവിടെ കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി വലിയൊരു ബിൽഡിങ്. ശരിക്കും പറഞ്ഞാൽ വേറെ രീതി, ബിസിനസ്സിൻ്റെ രീതി കാണുമ്പോൾ വേറെയാണ്. പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒരു വില്ലേജിൻ്റെ നടക്കിങ്ങനെ ഒരു കൊമേഴ്ഷ്യലൈസ് ഒരു പഴയ ഒരു വീടെടുത്തിട്ട് അതേപോലെ അത് പ്രിസർവ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതൊരു മാതിരി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അത് എല്ലാവർക്കും അങ്ങനെ ആവില്ല. ചിലപ്പോൾ ബിസിനസ് നല്ല ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാവും. അതെന്തായാലും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാലും അടിപൊളി. ഏകദേശമൊക്കെ സൺസെറ്റിൻ്റെ ടൈമാണ്. സ്കൈ ആണ് ഇവിടുത്തെ മെയിൻ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. സ്കൈ വേറെ തന്നെ ഒരു വൈബാണ്. ഇതാണ് ഇവിടുത്തെ ഉള്ളിലുള്ള വ്യൂ. എന്തായാലും ഈ ഹിമാലയാസ് അത് വേറൊരു മൗണ്ടെയിനല്ല. എനിക്ക് അത് ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടറിയാം. ഇവിടെ നിൽക്കാൻ തോന്നും. ഞാൻ തന്നെ ഒരുപാട് ഗസ്റ്റുകളെ കണ്ടു. നമ്മൾ ഈ ഒരു 1 വീക്കായിട്ട് ഒരുപാട് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നതാണ് ഇത് ഹിമാലയാസ് തരുന്നൊരു പോസിറ്റീവ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വേറൊരു മൗണ്ടെയിൻസ് ഇല്ല. ഭയങ്കര ഹീലിംഗ് പവറും കാര്യങ്ങളൊക്കെ. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്. ഇവിടെ വന്നാൽ എത്ര ഉണ്ട്. ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊരു കനയ്യാജി പറഞ്ഞ ആളെ കണ്ടു. മൂപ്പര് ജർമ്മൻ അങ്ങനെ ആണ്. പക്ഷേ മൂപ്പര് ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 22 വർഷമായി. ഇവിടെ വന്നാൽ അവിടെ നിന്ന് പോകും. അത്രയും ഒരു പവറുണ്ട് ഹിമാലയാസിന്. അത് കറക്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട പോലെ എക്സ്പ്ലോർ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും. ആ ഒരു ഫീലിംഗ് കിട്ടും. അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം വെറുതെ വന്ന് 2 ദിവസം നിന്ന് പോകാൻ ഞാനും അങ്ങനെ തന്നെ എഴുതി. ഞാൻ സിൻസിയറായി പറയാം. ഞാനും അങ്ങനെ തന്നെ എഴുതുന്ന സ്ഥലത്ത് പോവുക, 2 ദിവസം നിൽക്കുക, 3 ദിവസം നിൽക്കുക, കുറച്ച് ഫോട്ടോ എടുക്കുക, സ്റ്റോറി ഇടുക. ആ ഒരു വൈബ് തന്നെ ഞാനും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഈ ജനറേഷൻ അങ്ങനെയാണ്. പക്ഷേ വേറൊരു ഫേസ് നോക്കിയാൽ നമ്മളാ സ്ഥലം എല്ലാവരും പോകുന്ന സ്ഥലം വിട്ടിട്ട് അവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ആദ്യം നിന്ന് ഇരിക്കുക. ആദ്യം നിന്ന് ഇരുന്നിട്ട് അവിടെ പ്രസൻറ്റ് മൊമെൻ്റ് എൻജോയ് ചെയ്തിട്ട് അത് അടിച്ച് പൊളിക്കുക. എന്നല്ല, അടിച്ച് പൊളിക്കില്ലെങ്കിൽ നമ്മൾ എന്തിനാണോ നമ്മൾ തേടി നടക്കുന്നത് നമുക്ക് കിട്ടും. ആ ഒരു ഹോപ്പും ട്രസ്റ്റും നമുക്ക് ടൈമിൽ വിശ്വസിച്ചാൽ തന്നെ മതി. പിന്നെ നല്ല ടൈമിൽ നമ്മൾ പീസ്ഫുള്ളായിട്ടൊന്ന് ആദ്യം ഇരിക്കുക. നമ്മളിപ്പോൾ മൈൻഡിൽ എപ്പോഴും ഓരോന്ന് റൺ ചെയ്യിപ്പിച്ചിട്ടാണ് പകുതി മുക്കാൽ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി വരുത്തുന്നത്. ഇങ്ങനെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ. ഞാൻ ഫിലോസഫി പറഞ്ഞതെന്നല്ല, എനിക്ക് തോന്നിയോ പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് കുറേ ആലോചിച്ച് കൂട്ടിയെന്നൊന്നും തോന്നുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ
ഞാൻ തോന്നുക ആൾക്കാർ തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ ഓരോ പ്രശ്നങ്ങളും. നമ്മൾ തന്നെ വലുതാക്കി തീർക്കുന്നതും കാര്യങ്ങളൊക്കെ ആക്കുന്നത്. എല്ലാവർക്കും ഇതിനോട് യോജിപ്പുണ്ടാവില്ലെങ്കിലും സംഭവം തന്നെയാണ്, സത്യം തന്നെയാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചു, ഞാനും പണ്ട് ഇങ്ങനെ തന്നെ ഒരു സ്ഥലത്ത് പോവുക, ആ റൂമിലെത്തിയ അപ്പോൾ തന്നെ നാളെന്താ മറ്റന്നാളെന്താണുള്ള പ്ലാൻ ഉണ്ടാക്കുക, പ്ലാൻ റെഡിയാക്കുക, കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല, ആ ഒരു മൊമെൻറ്റ് പിന്നെ കിട്ടൂല. അപ്പം ലെറ്റ് ഇറ്റ് ബി എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ, അത് അങ്ങനെ ആ ഫ്ലോയിൽ പോകും. നമുക്ക് അതിലൊന്നും പറയാനില്ല. ഇതിങ്ങനെ ഇതൊക്കെ നല്ല നല്ല ഓരോ സ്പോട്ടുകളാണ്. ഇപ്പോഴാണ് ഇവിടെ ഒന്ന് റെഡിയായി സെറ്റപ്പായി വരുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു പഴയൊരു വില്ലേജ് ഫീലിലാണിത് രസം. എത്ര പുതിയ ബിൽഡിങ് വന്നാലും പുതിയ പരിപാടി തുടങ്ങിയാലും ഒരു വൈബ് പോയി കിട്ടും. എന്തായാലും ഈ മണ്ണിൽ ഹിമാലയാസിൽ നല്ലൊരു ഹീലിംഗ് പവർ ഉണ്ട്. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. ആ താഴത്ത് കാണുന്ന നേപ്പാളി മാർക്കറ്റ് എൻ്റെ ഫസ്റ്റ് വ്ളോഗിലൊക്കെ കാണാൻ പറ്റും. അതിന് അങ്ങനെ നേരം നടന്നാൽ നമുക്ക് ഞാൻ ആദ്യം വന്നപ്പോൾ പോയ വഴിയാണ്. ഇനിയിപ്പോൾ ഞാൻ കൂടെ ഇറങ്ങിയതാണ്, ആ വഴിയിലിറങ്ങിയാണ്. ഇവിടെ ഞാനൊരു കാര്യം പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ വീഡിയോ ഓണാക്കിയാണ്. ഇത് കണ്ടില്ലേ, ടോയ്ലറ്റിന് ഫീ 100 rupees per person. ട്രക്കിങ്ങിന് പോകുമ്പോൾ ആൾക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാശ് കൊടുത്തെന്തായാലും കയറുമല്ലോ. ടോയ്ലറ്റ് അല്ല, എന്തായാലും എത്ര പൈസ ആയാലും ആൾക്കാർ കണ്ണും ചുമ്പി പോകുമല്ലോ. അത് മൗണ്ടൻസിലെ ലൈഫ് വേറെ തന്നെയാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വരണം ശരിക്കും. ഞാൻ ഇന്നലെ 2 ആൾക്കാരെ കണ്ടിരുന്നു, കീർഗംഗ കയറി വരിക. അപ്പം ഞാൻ അവരോട് ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു. അയ്യോ ബ്ലൗസ്, എന്താ കീർഗംഗൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാം നെവർ അഗെയിൻ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് ഇവർക്ക് പിന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് അഡ്വഞ്ചർ കാര്യം, അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും, കുറേ നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഓരോ ബാരിയേഴ്സ് നമ്മൾ നീക്കിയിട്ട് നമ്മളെ തന്നെ പുഷ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ശരിക്കും അഡ്വഞ്ചർ. അതിൽ തന്നെ ഹൈക്കിങ്ങും കാര്യങ്ങളും നമ്മൾ ട്രക്ക് ചെയ്യുമ്പോഴൊക്കെ അത് അതിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ ട്രക്കിങ് എത്ര സുഖമാണെന്ന് വിചാരിച്ചാൽ ആരും കയറാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, കുറേ ആൾക്കാരുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഇതായിപ്പോയി. നെവർ അഗെയിൻ. എന്ത് പറയാനാ, കണ്ടില്ല നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളും. ഞാൻ ഇന്നലെ ഇത് പറിച്ചിട്ട് ഇവിടെ ഒരു ഗരീമ പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവൾക്ക് കൊണ്ട് കൊടുത്തിരുന്നു. പക്ഷെ അവളെന്നോട് കട്ടീസാ. അവളെ ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. നമ്മൾ ക്യാമറ ഷൈയാണ്. ഞാൻ അധികം പിന്നെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ക്യാമറ ഓണാക്കലില്ല. പിന്നെ കാരണം ഞാൻ ടൂറിസ്റ്റ് അല്ലല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഏകദേശം ഇവിടെ ശരിക്കും ലോക്കൽസ് നല്ല കുറവാണ്. ഏകദേശം എല്ലാവരും പരിചയമായി. എവിടെ ആയാലും ഷോപ്പിലായാലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അപ്പോൾ എല്ലാവരും പരിചയമായി. നല്ലൊരു വൈബാണ്. പിന്നെന്ത് പറയാനാ, അപ്പം അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, കാണാം, അടുത്ത വ്ളോഗ് കാണാം.